ചൂരൽമലയിൽ ഒഴുക്ക് കൂടി വരികയാണ്. അവിടെ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. മഴ കനത്തതോടെ ഈ ഒഴുക്ക് കാണുമ്പോൾ ഭയമാകുന്നു. കാരണം 30-ാം തീയതി ഇതുപോലെ ഒരു ഒഴുക്കിലാണ് എല്ലാ മനുഷ്യരും ചാലിയാറിലേക്ക് ഒഴുകിപ്പോയത്, ഒരുപാട് പേരുടെ ജീവൻ എടുത്തത്. അവിടെ ഒരു പശുവിനെ സംരക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് അവിടെ രക്ഷാദൗത്യം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. വലിയ ഒഴുക്കാണ്, ഒഴുക്കിൽ പെട്ടുപോയ പശുവാണ്. അതിനെ കരകയറ്റുന്നതിനായുള്ള ശ്രമമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ രക്ഷാദൗത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശു ഒഴുക്കിൽ പെട്ടുപോയി എന്ന് വ്യക്തമാണ്. മറുകരയിലേക്ക് നീന്തിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടി വരുന്നു. പശു ഇപ്പോൾ ഒരു പാലത്തിന് സമീപമാണ് കുടുങ്ങിക്കിടക്കുന്നത്. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ, ഇതിപ്പോൾ മലവെള്ളം ഒലിച്ചു വരുന്നത് പോലെ വലിയ ഒഴുക്കാണ് കാണുന്നത്. ഈ പശു എങ്ങനെയാണ് ഈ ഒഴുക്കിൽപ്പെട്ടത്? സുജയ, ചൂരൽമലയിൽ കഴിഞ്ഞ 2 മണിക്കൂറുകളായി ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴ കുറഞ്ഞെങ്കിലും പുന്നപ്പുഴയിലൂടെ ശക്തമായ കുത്തിയൊഴുക്കുണ്ടായിരുന്നു. ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ SOGയും ലോക്കൽ പോലീസും ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക പാലത്തിന് മുകളിലൂടെ ഉൾപ്പെടെ വെള്ളം ഒലിച്ചു വന്നൊരു സാഹചര്യം. ഇപ്പോഴും ആ നിലയിൽ തന്നെ കുത്തൊഴുക്ക് തുടരുകയാണ്. അതിനിടയിലാണ് ഈ ഒരു മറുകരയിലുണ്ടായിരുന്ന പശുക്കൾ, ഏകദേശം 5ഓളം പശുക്കൾ ഉണ്ടായിരുന്നു. അതിലൊരു പശു ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങി നീന്തി മറുകരയിലേക്ക് കടക്കാൻ ശ്രമിച്ചതിനിടയിലാണ് ശക്തമായ കുത്തൊഴുക്കിൽ പെടുന്നത്. കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുള്ള താൽക്കാലിക പാലത്തിൻ്റെ കമ്പികളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. പൂർണ്ണമായും അതിൻ്റെ കാലിൻ്റെ ഒരു ഭാഗം ആ കമ്പികളിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പശുക്കിടാവ് തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് ചാടി ഇതുപോലെ നീന്തിക്കയറാൻ ശ്രമിച്ചു. അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയി കരയിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പശുവിനെ ഇത്തരത്തിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ മറുകരയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ താൽക്കാലിക പാലത്തിൻ്റെ കമ്പികളിൽ അതിൻ്റെ കാല് ഉൾപ്പെടെ കുടുങ്ങിയതാവാം ഇപ്പോൾ അതിനെ പുറത്തെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും പോലീസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയറുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അതിനെ കെട്ടി അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ താൽക്കാലിക പാലത്തിൻ്റെ താഴെ സ്ഥാപിച്ചിട്ടുള്ള കമ്പികൾ വലിയ ഭാരമുള്ള വലിയ ശക്തിയുള്ള കമ്പികളാണ്. ആ കമ്പികൾക്കിടയിൽ പശുവിൻ്റെ കാലുൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അതിനെ പുറത്തെടുക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അത് വീണ്ടും കുതിറി ചാടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ കമ്പിക്കിടയിൽ നിന്നും കാല് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതാകാം. പക്ഷേ അത്രത്തോളം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനിടയിൽ കാലകപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കഴുത്തിലും വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ കയറുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കെട്ടിക്കൊണ്ട് ഫയർഫോഴ്സ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്.